ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാൻഡ. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. 15 മിനിറ്റ് കോൾ ഓഫ് ടൈമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും അറിയാവുന്ന ഉത്തരങ്ങൾ റൗണ്ട് ചെയ്ത് വെക്കാനൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആൻസർ ദ ക്വസ്റ്റ്യൻസ് 1 and 2 ഈച്ച് ക്യാരീസ് 1 സ്കോർ. അപ്പോൾ ആദ്യത്തെ ചോദ്യം 1ഉം 2ഉം അതിന് ഓരോ മാർക്ക് വീതമാണുള്ളത്. 1 വേർഡ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ നിയോലിത്തിക് സൈറ്റ് എടക്കൽ ഈസ് ലൊക്കേറ്റഡ്. തമിഴ്നാട്, മധ്യപ്രദേശ്, കേരള, ഉത്തർപ്രദേശ്. നവീന ശിലായുഗ കേന്ദ്രമായ എടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്, മധ്യപ്രദേശ്, കേരളം, ഉത്തർപ്രദേശ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്തിരുന്നു, എടയ്ക്കൽ കേവ് എവിടെയാണെന്ന്. സെയിം ആൻസർ തന്നെയാണ് കേരളം. ഓക്കെ, എടയ്ക്കൽ കേവ്സ് എവിടെയാണ്? കേരളത്തിലാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. മമ്മികൾ സൂക്ഷിച്ചിരുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഇവ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഹാരപ്പൻ സംസ്കാരം, മൊസപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. ഇംഗ്ലീഷിലുള്ള ചോദ്യം നമുക്ക് നോക്കാം. പിരമിഡ്സ് ആർ ടോംസ് വേർ ദ മമ്മീസ് വേർ പ്രിസർവ്ഡ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മമ്മീസ് പ്രിസർവ് ചെയ്ത ടോംബിന് പറയുന്ന പേരാണ് പിരമിഡ്. ഓക്കെ, പിരമിഡ്സ് ആർ ടോംസ് വേർ മമ്മീസ് വേർ പ്രിസർവ്ഡ്. ഐഡൻറ്റിഫൈ ദ സിവിലൈസേഷൻ ടു വിച്ച് ദ പിരമിഡ്സ് ആർ റിലേറ്റഡ്. അപ്പോൾ പിരമിഡുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഏതാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാം. എന്താണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹാരപ്പൻ, മെസപ്പൊട്ടേമിയൻ, ചൈനീസ്, ഈജിപ്ഷ്യൻ. ശരിയായ ഉത്തരം ഏതാണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം. 3 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അവിടെ ഓപ്ഷൻ ഇല്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഹെഡിങ് വളരെ ശ്രദ്ധിക്കുക. ചിലതിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ടി വരില്ല, ചിലതിന് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ടി വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. 3 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണുള്ളത്. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉത്തരം എഴുതണം. അപ്പോൾ എന്താണ് ചോദ്യം? ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം? എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡീക്ലൈൻ ഓഫ് ബുദ്ധിസം. അപ്പം ബുദ്ധിസം ഡീക്ലൈൻ ചെയ്യാം, ബുദ്ധിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താ പറയുക? ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആൻഡ് ഐഡിയോളജീസ് ഫെയിൽഡ് ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ്. പിൽക്കാലത്ത് വന്ന രാജാക്കന്മാരിൽ നിന്ന് ആദ്യം കിട്ടിയതുപോലെയുള്ള സപ്പോർട്ടൊന്നും കിട്ടിയില്ല. ആരംഭത്തിൽ കിട്ടിയതുപോലെയുള്ള രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് ലഭിച്ചില്ല. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എഴുതാം. ബുദ്ധിസ്റ്റ് ലോസ്റ്റ് ഇറ്റ്സ് ഗ്രാൻഡ് വെൻ ഇറ്റ് വാസ് സ്പ്ലിറ്റ് ഇൻ ടു ദ മഹായാന ആൻഡ് ഹീനയാന. അപ്പോൾ ബുദ്ധിസം പിന്നെ എന്തായി? 2ആയി തിരിഞ്ഞു. അതായത് മഹായാനം, ഹീനയാനം എന്നായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയുക, പിന്തുണയൊന്നും ആരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ദ റിവൈവൽ ഓഫ് വേദിക് റിലീജിയൻ, വൈദിക മതത്തിൻ്റെ പുനരുത്ഥാനം. ഇതിൽ 3 പോയിൻറ്റ്സിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. എന്തൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം? ആരംഭത്തിൽ കിട്ടിയതുപോലെ രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് ലഭിച്ചില്ല. ബുദ്ധമതം മഹായാനം എന്നും ഹീനയാനം എന്നും 2ആയി വിഭജിക്കപ്പെട്ടു. വൈദിക മതത്തിൻ്റെ പുനരുത്ഥാനം. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം എന്താണ്? ഐഡൻറ്റിഫൈ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ കൺവെൻഷണൽ സിംബൽസ് ഇൻ മാപ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സിംബൽസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇതെന്താണ്? ഇത് പാലം, ബ്രിഡ്ജ്. ഓക്കെ, പാലമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് എന്ന് എഴുതാം. ഇതെന്താണ്? ശ്മശാനമാണ്, ശ്മശാനം, ഗ്രേവ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ ദ പ്രീക്കോഷൻസ് ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ഫ്ലഡ് ഫ്രം ബിക്കമിങ് എ ഡിസാസ്റ്റർ. അപ്പോൾ ഫ്ലഡ്, വെള്ളപ്പൊക്കം ഒരു ഡിസാസ്റ്റർ ആവുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? അങ്ങനെ ഒരു ഡിസാസ്റ്റർ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഓക്കെ, ഡു നോട്ട് ഫിൽ ഫീഡ്സ് ആൻഡ്
പോൺസ് എന്ത് ഫില്ല് ചെയ്യരുത്? വയലുകളും കുളങ്ങളും ഒന്നും ഫില്ല് ചെയ്യരുത്, നികത്താതിരിക്കുക. വയലുകൾ, കുളങ്ങൾ എന്നിവ നികത്താതിരിക്കുക. ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഡു നോട്ട് ഫിൽ ഫീൽഡ്സ് ആൻഡ് പോൺസ്. ഇനി അടുത്ത പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്സ്, റോക്ക് ബ്രേക്കിംഗ് ആൻഡ് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്. എന്തൊക്കെ നമ്മൾ നിർത്തണം? സാൻഡ് മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നദികളിലെ മണലെടുക്കുക. അതേപോലെ റോക്ക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കുക. പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്സ്, കുന്നിടിക്കൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തടയണം. പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്സ്, റോക്ക് ബ്രേക്കിംഗ് ആൻഡ് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഡു നോട്ട് ക്യാരി ഔട്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ എക്കോ സെൻസിറ്റീവ് ഏരിയാസ്. ഓക്കെ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. ഡു നോട്ട് ക്യാരി ഔട്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ എക്കോ സെൻസിറ്റീവ് ഏരിയാസ്. നാലാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം പ്രിവെൻറ്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ബൈ എൻക്രോച്ചിങ് ഓൺ റിവർ ബാങ്ക്സ്. നദീതീരങ്ങൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക. അപ്പം നമുക്ക് മലയാളത്തിൽ എന്തെല്ലാം എഴുതാം? കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, നദികളിലെ മണലെടുക്കൽ എന്നിവ തടയുക. വയലുകൾ, കുളങ്ങൾ എന്നിവ നികത്താതിരിക്കുക. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. നദീതീരങ്ങളിൽ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക. ഈ 4 പോയിന്റിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. ഡു നോട്ട് ഫിൽ ഫീഡ്സ് ആൻഡ് പോൺസ്, പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്സ്, റോക്ക് ബ്രേക്കിംഗ് ആൻഡ് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? 6ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, 6ാമത്തെ ചോദ്യം വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ഉപകാരങ്ങൾ എന്തെല്ലാം എന്നാണ്. സാമൂഹ്യ സംഘങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ് സാമൂഹിക സംഘങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ? കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു, സഹവർത്തിത്വം വളർത്തുന്നു, സാമൂഹിക മൂല്യങ്ങൾ വളർത്തുന്നു, സഹകരണം ഉറപ്പുവരുത്തുന്നു. എന്തൊക്കെയാണ്? പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്. കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടായ്മ വളർത്തുന്നു. പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്. ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു. ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ. പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, സഹവർത്തിത്വം വളർത്തുന്നു. പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ്, സാമൂഹിക മൂല്യങ്ങൾ വളർത്തുന്നു. എന്തൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പ്രയോജനങ്ങൾ? പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ, പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 7th ക്വസ്റ്റ്യൻ. ആൻസർ എനി 3 questions ഫ്രം 7 to 10. ഈച്ച് ക്യാരീസ് 3 scores. അപ്പം 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. 1 നമുക്ക് ഓപ്ഷനാണ്. അപ്പോൾ അറിയാവുന്ന 3 എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ. എന്താണ്? പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കൽ. ഇതേ ചോദ്യം തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോയിൻറ്റഡ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ. അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോടതി. പിന്നെ വേറെ ആരെയാണ് നിയമിക്കുന്നത്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നു. പിന്നെ എന്താണ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയാണ്, ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ആക്ട് ആസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർംഡ് ഫോഴ്സ്. ഗിവ് അസെൻറ്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു. ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ ആവശ്യമായി വന്നാൽ അത് പ്രഖ്യാപിക്കുന്നു. ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻ. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ 6 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള 3 പോയിന്റ് പഠിച്ച് നിങ്ങൾ എഴുതുക. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ. അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ആക്ട് ആസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർംഡ് ഫോഴ്സ്. ഗീവ് അസെൻറ്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്. ടേക്ക് ഡിസിഷൻ ഓൺ മെഴ്സി പെറ്റീഷൻസ്.
അപ്പോൾ എന്താണ് ചോദ്യം? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ ഏവ? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു, ആവശ്യമായി വന്ന രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ 6 പോയിന്റിൽ 3 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം, ഗുപ്ത കാലഘട്ടത്തിലെ ശാസ്ത്ര സാഹിത്യ മേഖലകളിലെ പുരോഗതി വ്യക്തമാകുന്ന പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാളെ തന്നിട്ടുണ്ട്. ആരാണ്? വിശാഖദത്തൻ മുദ്രരാക്ഷസം ഇവിടെ തന്നിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം നമുക്കറിയാം കാളിദാസനാണ്. അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് ആരാണ്? കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ. ഇനി ആര്യഭടൻ ഏതാണ്? ആര്യഭടീയം. എന്താണ്? എന്താണ് എഴുതേണ്ടത്? ആര്യഭടീയം. ആര്യഭടൻ എന്താണ് രചിച്ചത്? ആര്യഭടീയം. ഓക്കെ. ഇനി അമരകോശം അമരസിംഹൻ. വളരെ എളുപ്പമാണ്, പേരിൽ തന്നെ അവരുടെ കൃതികളുടെ പേരുണ്ട്. അമരസിംഹൻ, അമരകോശൻ, ആര്യഭടൻ, ആര്യഭടീയം, കാളിദാസൻ, അഭിജ്ഞാന ശാകുന്തളം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ഇവിടെ വിശാഖദത്തൻ മുദ്രരാക്ഷസ, അഭിജ്ഞാന ശാകുന്തളം കാളിദാസ, ആര്യഭട്ട, ആര്യഭടീയം, അമരഘോഷ, അമരസിംഹൻ. ഓക്കെ, ഇനി അടുത്ത റൈറ്റ് 3 ഒബ്ജക്റ്റീവ് ഓഫ് ദ എക്കണോമിക് പ്ലാനിങ് ഓഫ് ഇന്ത്യ. എക്കണോമിക് പ്ലാനിങ് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് അതിൻ്റെ 3 ഒബ്ജക്റ്റീവ് എഴുതാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എഴുതാനാണ്. റൈറ്റ് ഇൻ 3 ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ 3 ഒബ്ജക്റ്റീവ് എഴുതാനാണ്. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഗ്രോത്ത്, മോഡേണൈസേഷൻ, ഇക്വിറ്റി, സെൽഫ് റിലയൻസ്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എഴുതാനാണ്. ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആയിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാൻ. ദ ഗവേണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. അതിലൊരു ഗവേണിംഗ് കൗൺസിലുണ്ട്. ആ ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെ ഉണ്ടാവും? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയും അതേപോലെ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സും ഉണ്ടാവും. അപ്പോൾ ആരൊക്കെ ഉണ്ടാവുക? ദ ഗവേണിംഗ് കൗൺസിലിൽ നമ്മുടെ എല്ലാ സ്റ്റേറ്റിലെയും മിനിസ്റ്ററും ഉണ്ടാവും, അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സും ഉണ്ടാവും. ഇനി വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അതിൽ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർമാൻ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററാണ്. ഇൻ അഡീഷൻ ടു ഫുൾ മെമ്പേഴ്സ് ദർ ആർ 2 part-time members and 4 ex-officio members and a chief executive officer. The temporary members are selected from the leading universities and research institutions. The Prime Minister deputes 4 cabinet ministers as ex-officio members. ഇത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. വാട്ട് ആർ വെറ്റ്ലാൻഡ്? വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫേസ് വാട്ടർ. വെറ്റ്ലാൻഡ്സ് ആർ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറ്റ്ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫേസ് വാട്ടർ. Mention the environmental problems caused by the reclamation of wetlands. Lowering of water levels in wells. Floods become common in rivers in slight rains. ഇനി അടുത്ത ചോദ്യം നോക്കാം. എ കോളം വിത്ത് ബി കോളം. ട്രോപ്പോസ്ഫിയർ എന്താണ് ഇവിടെ എഴുതുക? ക്ലൗഡ് ഫോർമേഷൻ. ട്രോപ്പോസ്ഫിയർ ക്ലൗഡ് ഫോർമേഷൻ. സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ ലെയർ. ഓക്കെ. മീസോസ്ഫിയർ ദ മെറ്റേഴ്സ് ഗെറ്റ്സ് ബേൺ ഔട്ട്. തെർമോസ്ഫിയർ ഹെൽപ്സ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഫ്ലഡ് ദാറ്റ് ഒക്കേർഡ് ഇൻ കേരള ഡ്യൂറിങ് 2018.
The discharged water raised the water to dangerous level in the reservoirs. Landslides ഉണ്ടായി. The agriculture sector was completely destroyed. All kinds of domestic animals and living things died. Many people lost their lives. ഇത്രയാണ് 2018 ഫ്ലഡ് കൊണ്ട് കേരളത്തിനുണ്ടായ ദുരന്തങ്ങൾ. ഇനി കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. സോഷ്യൽ കൺട്രോൾ ആണ്. സോഷ്യൽ കൺട്രോളിൽ ഒന്ന് ഫോമൽ സോഷ്യൽ കൺട്രോൾ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇൻഫോമൽ സോഷ്യൽ കൺട്രോൾ. അപ്പോൾ സോഷ്യൽ കൺട്രോളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് ഇൻഫോമൽ സോഷ്യൽ കൺട്രോളും ഫോമൽ സോഷ്യൽ കൺട്രോളും. ഇൻഫോമൽ സോഷ്യൽ കൺട്രോളിന് എന്തൊക്കെയാണ് വരുന്നത്? റിലീജിയൻ വരുന്നു, ഫാമിലി വരുന്നു, പിയർ ഗ്രൂപ്പ് വരുന്നു. റിലീജിയൻ, ഫാമിലി, പിയർ ഗ്രൂപ്പ്. ഫോമൽ സോഷ്യൽ കൺട്രോളിൽ എന്തൊക്കെ? പോലീസ്, മിലിറ്ററി, കോർട്ട്, പ്രിസൺ. എന്താണ്? പോലീസ്, മിലിറ്ററി, മിലിറ്ററി, കോർട്ട്, അതേപോലെ തന്നെ പ്രിസൺ. സോഷ്യൽ കൺട്രോൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻഫോമൽ സോഷ്യൽ കൺട്രോളും ഫോമൽ സോഷ്യൽ കൺട്രോളും. ഇൻഫോമലിലാണ് റിലീജിയൻ, ഫാമിലി, പിയർ ഗ്രൂപ്പ് വരുന്നത്. ഫോമലിൽ പോലീസ്, മിലിറ്ററി, കോർട്ട്, പ്രിസൺ. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? മെൻഷൻ ദ ഇൽ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഈസ് ടേംഡ് ആസ് വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഈസ് ടേംഡ് ആസ് വാട്ടർ പൊല്യൂഷൻ. അപ്പം വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും ഉണ്ടാകുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. വാട്ടർ പൊല്യൂഷൻ നോട്ട് ഓൺലി എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ബട്ട് ലീഡ്സ് ടു ദ പൊല്യൂഷൻ ഓഫ് ലാൻഡ്, എയർ ആസ് വെൽ. ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെ മാത്രമല്ല ഭൂമിയുടെയും വായുവിൻ്റെയും മലിനീകരണത്തിനും കാരണമാകുന്നു. ഓക്കെ. പിന്നെ എന്താണ്? പിന്നെ അതിനുകൊണ്ടുള്ള ത്രെറ്റ് എന്താണ്? ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ പുട്ട് ടു ഡേഞ്ചർ. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ് വരുന്നത്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ദോഷകരമായി ബാധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5 സ്കോറിൽ വീതമാണുള്ളത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് ഇൻ ലോക്കൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സർഫേസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്. ഈ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിശദമായിട്ട് എഴുതാനാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. The 3 levels of panchayat are Grama Panchayat, Block Panchayat and District Panchayat have their own role in achieving local development. അപ്പോൾ 3 levels of പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് ഒന്ന് ഗ്രാമപഞ്ചായത്താണ്, രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്താണ്, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ദ ലോക്കൽ ഡെവലപ്മെൻറ്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദ ഗ്രാമസഭാസ് അറ്റ് ദ വില്ലേജ് ലെവൽ. ലോക്കൽ ഡെവലപ്മെൻറ്റ് നീഡ്സ് ആർ ഡിസ്കസ്ഡ് അറ്റ് ദ ഗ്രാമസഭാസ് അറ്റ് വില്ലേജ് ലെവൽ. അതാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതായത് വില്ലേജ് ലെവലിൽ കാര്യങ്ങളൊക്കെ, അതായത് പ്രാദേശികമായ വികസന ആവശ്യങ്ങൾ വാർഡുതല ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നു. ഓക്കെ. ദ ഡിമാൻഡ്സ് ജനറേറ്റഡ് ആർ കമ്പൈൽഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പ്ലാൻസ്. അവിടെ വെച്ചിട്ട് ആവശ്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് പദ്ധതികളായി മാറുന്നു. ഇനി അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്. ദ പ്രോജക്റ്റ് സബ്മിറ്റഡ് ബൈ പഞ്ചായത്ത് ആർ ലിസ്റ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓൺ ദ ബേസിസ് ഓഫ് പ്രിഫറൻസ്. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ടായ ആവശ്യങ്ങളൊക്കെ പദ്ധതികളൊക്കെ വിലയിരുത്തി അത് എവിടത്തേക്കാണ് പോകുന്നത്? ജില്ലാ തലത്തിലേക്കാണ് സമർപ്പിക്കുന്നത്. ഇനി ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ദ പ്രോജക്റ്റ് സബ്മിറ്റഡ് ബൈ ദ ബ്ലോക്ക് പഞ്ചായത്ത് ഈസ് എക്സാമിൻഡ് ബൈ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് കമ്മിറ്റീസ് ടു ഗീവ് അപ്രൂവൽ. ദ പ്രോജക്റ്റ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഇപ്പം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇവ കൈമാറി ലാസ്റ്റ് ആയിരിക്കാണ് കൈമാറുക? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനാണ് കൈമാറുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്. ഓക്കെ. സർഫസ് റൺ ഓഫ് ഹാർവെസ്റ്റിങ്ങിൻ്റെ, അതായത് ഉപരിതല നീരൊഴുക്കിൻ്റെ സംരംഭത്തിന് സഹായമാകുന്ന പ്രവർത്തനങ്ങൾ വിശദമാക്കുക.
അപ്പോൾ എന്തൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, വനങ്ങൾ നിലനിർത്തുക. ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ബഹുനില കൃഷി. മൾച്ചിങ്, പുതയിടൽ. കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണകൾ നിർമ്മിക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് മഡ് വാൾസ്, കയ്യാലകൾ നിർമ്മിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന പ്രീക്വഷൻസ്. അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസിൻ്റെ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്